നമസ്കാരം. വാർത്തയിലെ സത്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കുറ്റവാളികൾ, കൊള്ളക്കാർ, ഗുണ്ടകൾ, കൊള്ളക്കാർ അല്ലെങ്കിൽ സായുധ കൊള്ളക്കാർ എന്നിങ്ങനെയുള്ള ക്രിമിനലുകളെ സൂചിപ്പിക്കുന്ന ഒരു നൈജീരിയൻ പിഡ്ജിൻ പദമാണ് ജുഗുഡോ പിപ്പോ. ക്രൈസ്തവർ തുടർച്ചയായി ആക്രമിക്കപ്പെടുന്ന നൈജീരിയയിൽ അവരുടെ ആശങ്കകളെ അതേ തീവ്രതയോടെ എടുത്തുകൊണ്ട് ക്രൈസ്തവർക്കു വേണ്ടി സംസാരിക്കുവാൻ സന്നദ്ധനായി നിൽക്കുന്ന ഏക ലോക രാഷ്ട്ര നേതാവായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നൈജീരിയയിൽ നടന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രസ്താവിച്ചതാണ് നൈജീരിയയിലെ ജുഗുഡോ പിപ്പോകളെല്ലാം സൂക്ഷിച്ചിരുന്നു കൊള്ളണമെന്നും ക്രൈസ്തവർക്കെതിരായ നീക്കങ്ങൾ മറുപടിയായി ഞങ്ങൾ ശക്തമായി തന്നെ പ്രത്യാക്രമണം നടത്തുമെന്നും വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. Christianity is facing an existential threat in Nigeria. Thousands and thousands of Christians are being killed. When Christians come under attack, they know they're going to be attacked violently and viciously by President Trump. I know it's not a nice thing to say, but that's the way it is. ആഗോള ഇസ്ലാമിക തീവ്രവാദികളിലെ വലിയ പുള്ളികളായ ഇസ്ലാമിക സ്റ്റേറ്റിന്റെ ശക്തമായ പിന്തുണയോടെ ബോക്കോ ഹറാം, ഫുലാനി തീവ്രവാദികൾ നൈജീരിയയിലെ ക്രൈസ്തവരെ കൊന്നൊടുക്കിക്കൊണ്ടും തട്ടിക്കൊണ്ടുപോയും അവരുടെ തീവ്രവാദം അതിന്റെ മൂർധന്യതയിൽ തുടരുകയായിരുന്നു. കഴിഞ്ഞ വർഷം അവസാനവും ഒരു ക്രൈസ്തവ സ്കൂളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അടക്കം നിരവധി പേരെയായിരുന്നു തട്ടിക്കൊണ്ടുപോയത്. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കൂടാരത്തിൽ കയറി ട്രംപ് തീമഴ പെയ്യിച്ചു. ഭീകരന്മാർക്ക് വൻ നഷ്ടം വരുത്തിയായിരുന്നു ട്രംപ് നൈജീരിയൻ ക്രൈസ്തവരുടെ ആവലാതികൾക്കൊപ്പം നിന്നത്. കഴിഞ്ഞ ദിവസം പടിഞ്ഞാറ് നൈജീരിയയിലെ 2 ഗ്രാമങ്ങളിൽ നടന്ന അതിക്രൂരമായ ആക്രമണത്തിൽ 162 പേർ കൊല്ലപ്പെട്ടു. അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്നാണിത്. ക്വാറ സംസ്ഥാനത്തെ വോറോ, നുഗു എന്നീ ഗ്രാമങ്ങളിലായിരുന്നു ആക്രമണം ഉണ്ടായത്. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകരവാദികളുടെ ഗ്രൂപ്പുമായി ബന്ധമുള്ള ലഘുരാവ എന്ന സായുധ സംഘമാണ് ഇതിന് പിന്നിലുള്ളതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ലെങ്കിലും IS-നെ തന്നെയാണ് പ്രതിസ്ഥാനത്ത് ഉറപ്പിച്ചിരിക്കുന്നത്. ഇനി IS അല്ല മറ്റാരെങ്കിലും ആണെങ്കിൽ പോലും ആ ജുഗുഡോ പിപ്പോകളെ തീർക്കുമെന്ന് ട്രംപ് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. വീടുകൾ തീയിട്ട് നശിപ്പിക്കുകയും ആളുകളുടെ കൈകൾ കെട്ടിയിട്ട് വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തെന്നാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഡോമ എന്ന ഗ്രാമത്തിൽ ബോക്കോ ഹറാം ഭീകരന്മാർ നടത്തിയ മറ്റൊരു ആക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ആഴ്ചയിലും സമാനമായ ആക്രമണങ്ങൾ ഇവിടെ നടന്നിരുന്നു. ഇത്തരത്തിൽ തുടരുന്ന ഭീകരാക്രമണങ്ങൾക്കെതിരെ നൈജീരിയൻ സൈന്യം ശക്തമായി രംഗത്തുണ്ടെന്നൊക്കെയുള്ള പ്രസ്താവനകൾ സർക്കാർ നടത്തുന്നുണ്ടെങ്കിലും ഒന്നും പ്രവൃത്തി പദത്തിൽ കാണാത്തതിനാൽ നൈജീരിയയിലെ ക്രൈസ്തവർ കൂട്ടമായി കൊല്ലപ്പെടുന്ന ദാരുണമായ സാഹചര്യം പരിഗണിച്ച് അടുത്ത ഓപ്പറേഷനായി അമേരിക്ക ആദ്യമായി ചെറിയ ഒരു സൈന്യ സംഘത്തെ അങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. നൈജീരിയയിലെ ക്രൈസ്തവരെ സംരക്ഷിക്കുവാൻ നൈജീരിയൻ സർക്കാർ മതിയായ നടപടികൾ എടുക്കുന്നില്ലെന്ന് മുൻപും ട്രംപ് ആരോപിച്ചിരുന്നു. നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുമെന്ന് തനിക്ക് അറിയാമായിരുന്നെന്നും എന്നാൽ അത് ഇനി തുടരുവാൻ ഞാൻ അനുവദിക്കില്ലെന്നും നൈജീരിയയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടത്തിയ ജാഗോറിനെതിരെ, ജുഗുഡോ പിപ്പോകൾക്കെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ട്രംപ് പ്രസ്താവന നടത്തിയത്. നൈജീരിയയിലെ പ്രഥമ വനിത റമി ടിനുബേവ് കൂടെ പങ്കെടുത്ത 74ാമത് പ്രയർ ബ്രേക്ക്ഫാസ്റ്റിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരുടെ അരക്ഷിതാവസ്ഥയെക്കുറിച്ചും ജഗുഡ പപ്പോയെ പരാജയപ്പെടുത്തുവാൻ തന്റെ ഭരണകൂടം എങ്ങനെ പോരാടുന്നുവെന്നതിനെ കുറിച്ചും ട്രംപ് സംസാരിച്ചത്. ക്രിസ്ത്യാനികളെ ആക്രമിക്കുവാൻ വേണ്ടി കച്ചമുറുക്കി നടക്കുന്ന ഇസ്ലാമിക സ്റ്റേറ്റ് ഭീകരന്മാരെ തന്റെ ഭരണത്തിന് കീഴിലുള്ള US സൈന്യം നേരിടുമെന്നും 4 വർഷത്തേക്ക് എനിക്ക് അധികാരമില്ലാതായപ്പോൾ ISIS വീണ്ടും പുനർജനിച്ചെന്നും പക്ഷേ നൈജീരിയയ്ക്ക് വേണ്ടി തങ്ങൾ ഒരു ദിവസം കൊണ്ട് തന്നെ അവരെ തകർത്തുവെന്നും അതിന്റെ കാരണം അവർ ക്രിസ്ത്യാനികളെ കൊല്ലുന്നതാണെന്നും കൊല്ലപ്പെടുന്നത് ക്രിസ്ത്യാനികളാണെന്ന് നിങ്ങൾക്കറിയാമോ എന്നും ഇനിയും ക്രിസ്ത്യാനികൾ ആക്രമണത്തിന് ഇരയായാൽ പ്രസിഡന്റ് ട്രംപിന്റെ ആക്രമാസക്തമായ ആക്രമണത്തിന് അവർ വിധേയരാകുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ട്രംപിന്റെ പ്രസംഗം. ട്രംപിന്റെ വാക്കുകളോട് പിന്തുണ അറിയിച്ചുകൊണ്ട് നൈജീരിയൻ ഭരണകൂടവും രംഗത്തെത്തിയിട്ടുണ്ട്. അതല്ലാതെ അവർക്ക് മുൻപിൽ മറ്റ് എന്താണ് ഉള്ളത്?
ആരാണ് ജമാഅത്ത് ഇസ്ലാമി? ബംഗ്ലാദേശ് പോലെയുള്ള ഇസ്ലാമിക രാഷ്ട്രത്തെ പോലും ജനാധിപത്യത്തിന് എതിരാണെന്നുള്ള ഉറപ്പിനാൽ നിരോധിക്കപ്പെട്ട മതരാഷ്ട്രവാദികളുടെ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമി നല്ല പിള്ളയെന്നും പറഞ്ഞ് അധികാരത്തിൽ പങ്കുചേർക്കാനുള്ള തത്രപ്പാടിലാണ് ഇവിടെ ചില പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ. എന്നാൽ 2022 തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ കേരളത്തിലെ ഒരു നേതാവായ മുഹമ്മദ് കാരക്കുന്ന് നടത്തിയ ഒരു പ്രസ്താവന ഈ അടുത്തിടെ മാധ്യമങ്ങൾ കുത്തിപ്പൊക്കിയിരുന്നു. തങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ലെന്നും അത് ശക്തമായി തന്നെ തുടരുമെന്നുമായിരുന്നു ആ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത്. ജമാഅത്ത് ഇസ്ലാമിയോ ഇസ്ലാമിക മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ലെന്നും ഇസ്ലാമിക രാഷ്ട്രവാദത്തെ വിമർശിക്കുന്നവർ അതിനെക്കുറിച്ച് പഠിക്കണമെന്നും മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നവർക്ക് ഇസ്ലാമിക രാഷ്ട്രവാദത്തെ തള്ളിപ്പറയാനാകില്ലെന്നും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മൗലിക പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവുമെന്നും ആരാധനാക്രമങ്ങൾ പോലും അതിൻ്റെ പൂർണ്ണതയോടെ നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും ഉണ്ടാകണമെന്നും ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണാധിപനായ ഖലീഫയോ അല്ലെങ്കിൽ അയാൾ നിശ്ചയിക്കുന്ന ഗവർണറോ ഉദ്യോഗസ്ഥനോ ആണ് മതപരമായ അനുഷ്ഠാനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടതെന്നും വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടെയായിരുന്ന മുഹമ്മദ് കാരക്കുന്നിന്റെ പ്രസംഗം. വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിന്റെ രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും എന്ന്. ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട്. ആരാണ് നമസ്കാരത്തിന് ഇമാമത്ത് കണ്ടത്? ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണ ഖലീഫയാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഗവർണറാണ്, അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. പ്രസംഗം വീണ്ടും വൈറലായതോടെ അദ്ദേഹം തന്റെ പ്രസംഗത്തിന് കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തിയിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതേ വിഷയം ആവർത്തിക്കുകയും ഇസ്ലാമിക രാഷ്ട്രവാദത്തെ ഊന്നിപ്പറയുകയും ചെയ്തു. രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസങ്ങൾ നിരവധി ഉണ്ടെങ്കിലും സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായും പുരോഗമനപരമായും മുൻപന്തിയിൽ നിൽക്കുകയും അതിലേറെ മതങ്ങൾ തമ്മിൽ സമാധാനത്തോടെയും സാഹോദര്യത്തോടെയും വർത്തിക്കുന്ന കേരള സമൂഹത്തിൽ അശാന്തിയുടെയും വിഭാഗീയതയുടെയും കൊള്ളി എറിയുവാനുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ നീക്കങ്ങൾ ഇവിടെ പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. ആരാധനക്രമങ്ങൾ അതിന്റെ പൂർണ്ണതയോടെ നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും ഉണ്ടാകണമെന്നും അതിന്റെ അധിപനായ ഖലീഫയായിരിക്കും ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് അവർ പ്രഖ്യാപിക്കുമ്പോൾ അവരുമായുള്ള ചങ്ങാത്തങ്ങളെ സൂക്ഷ്മതയോടെ തന്നെ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ പാക് വിഭജനത്തിന് മുൻപ് 1941 ലാഹോർ കേന്ദ്രമായി സയ്യിദ് അബുൽ അല്ല മൗദൂദി എന്നയാൾ സ്ഥാപിച്ച ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് ആധികാരികമായി പഠിച്ചില്ലെങ്കിൽ പോലും ഒരു കാര്യം വ്യക്തമാകും: അവർ ജനാധിപത്യത്തിന് പകരം ഇസ്ലാമിക ആശയങ്ങൾക്കും ഇസ്ലാമിക ഭരണത്തിനും മാത്രം പ്രാധാന്യം കൊടുക്കുന്ന കറ തീർന്ന വർഗീയ ചിന്തകളോടുകൂടിയ സംഘടനയാണെന്ന്. മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിക തത്വങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് അവരുടെ ദൈവത്തിന്റെ നീതിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി മാത്രം ബിസിനസ്സും പത്രമാധ്യമങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും എല്ലാം നടത്തുന്നവരാണിവർ. ഒറ്റനോട്ടത്തിൽ അത്ര നിഗൂഢമായ കാര്യങ്ങൾ ആർക്കും വ്യക്തമാകില്ല. അത് തന്നെയാണ് ഇവർ മുതലാക്കി മുൻപോട്ട് പോകുന്നതും. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇവർ മറ്റ് രാജ്യങ്ങളിലെല്ലാം തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുകയും ഭീകര പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നല്ല പിള്ള ചമഞ്ഞാണ് തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നത്. എത്രയൊക്കെ നിറം മാറ്റങ്ങൾ അവതരിപ്പിച്ചാലും നിലാവുദിക്കുമ്പോൾ ഇവർ ഉള്ളിലിരിപ്പുകൾ പച്ച യാഥാർത്ഥ്യങ്ങൾ തന്നെ കൂവി വിളിക്കും. ഇവരുടെ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുന്നവർക്ക് കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാക്കുവാൻ കഴിയും. നാനാത്വത്തിൽ ഏകത്വമായി നിലകൊള്ളുന്ന ലോകരാഷ്ട്രമായ ഇന്ത്യയിലെ നാനാജാതി മതസ്ഥർ ചേർന്ന് ജനാധിപത്യപരമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ രാജ്യത്തെ ഭരണവ്യവസ്ഥയെ അട്ടിമറിച്ച് അവിടെ ഇസ്ലാമിക ഭരണകൂടം കൊണ്ടുവരണമെന്നും മുസ്ലിം അല്ലാത്ത മറ്റ് മതസ്ഥരെയെല്ലാം മുസ്ലിം മതത്തിലേക്ക് മാറണമെന്നും അല്ലെങ്കിൽ കനത്ത തുക കപ്പമായി കൊടുത്ത് ജീവിക്കണമെന്നും ശഠിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക മതരാഷ്ട്രങ്ങളുടെ വാദം. അങ്ങേയറ്റം ഭീകരമായ മതരാഷ്ട്രവാദം ഒഴിവാക്കിക്കൊണ്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് ചിന്തിക്കുവാൻ പോലും അവർക്ക് കഴിയില്ല. അവരുടെ ആ ലക്ഷ്യം നിറവേറ്റിയെടുക്കുന്നതിനുള്ള നൂതന മാർഗമെന്ന നിലയിലാണ് വെൽഫെയർ എന്ന പേരിൽ രാഷ്ട്രീയ മുഖമണിഞ്ഞ് അവർ രംഗത്ത് ഇറങ്ങിയത്. അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യമേ മതരാഷ്ട്രവാദികൾക്കുള്ളൂ, അത് ഇസ്ലാമിക മതരാജ്യം സ്ഥാപിക്കുക എന്നത് മാത്രമാണ്. ഇത്തരം വർഗീയ കാപട്യങ്ങൾക്കെതിരെ ഇസ്ലാമിൽ നിന്ന് തന്നെ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം ഇതോടൊപ്പം ചേർത്ത് പഠിക്കേണ്ടതാണ്. ഇസ്ലാമിലെ പണ്ഡിത സംഘമായ സമസ്ത പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയെ ആരും കൂടെ കൂട്ടരുതെന്നും അവർ ഇസ്ലാമിലേക്ക് നുഴഞ്ഞു കയറി ഇസ്ലാമിനെ നശിപ്പിക്കണമെന്നൊക്കെയാണ്. ഇസ്ലാമിക നേതാവായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുകയുണ്ടായി. എന്തിനധികം മുൻ മന്ത്രിയും വായി തുറന്നാൽ ഇസ്ലാം ഫസ്റ്റ് എന്ന് ചിന്തിക്കുന്ന ആളുമായ ജലീൽ പോലും ജമാഅത്ത് ഇസ്ലാമിയുടെ മീഡിയയിലെ വർഗീയതയ്ക്കെതിരെ പ്രതികരിച്ചിരുന്നു.
എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയെ ശത്രുപക്ഷത്ത് നിർത്തുന്നില്ലെന്നും ന്യൂനപക്ഷങ്ങൾ വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ അവരെ കൂടെ ചേർത്ത് നിർത്തണമെന്നുമായിരുന്നു ലീഗിന്റെ വലിയ നേതാവ് പാണക്കാട് മുനവർ അലി പറഞ്ഞത്. ജമാഅത്തയുടെ നിഗൂഢമായ നീക്കങ്ങളിലെ ആപത്ത് മനസ്സിലാക്കിയ ഇന്ത്യയിലെ പഴയകാല കോൺഗ്രസ് നേതാക്കളായ ഭരണാധികാരികൾ അവരെ അടക്കി നിർത്തിയതാണ് ചരിത്രം. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന കാരണത്താൽ 1947 ജമാഅത്ത് ഇസ്ലാമിയെ ജവഹർലാൽ നെഹ്റു നിരോധിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റുവിന്റെ മകളും പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധി 1975 ജമാഅത്ത് ഇസ്ലാമിയെ വീണ്ടും നിരോധിച്ചു. മറ്റൊരു കോൺഗ്രസ് പ്രധാനമന്ത്രിയായ PV നരസിംഹ റാവു ആകട്ടെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന കാര്യം ചൂണ്ടിക്കാട്ടി 1992 ജമാഅത്ത് ഇസ്ലാമിയെ ഒരിക്കൽ കൂടി നിരോധിച്ചു. കേരളത്തിലാകട്ടെ എതിരാളികൾ പോലും ആദരിച്ചിരുന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടി 2015 ജമാഅത്ത് ഇസ്ലാമി നിരോധിക്കണമെന്ന് സത്യവാങ്മൂലം നൽകിയിരുന്നു. ആ ജമാഅത്ത് ഇസ്ലാമി അവരുടെ നിലപാടുകളിൽ ഒരു മാറ്റവുമില്ല എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ 2025 ജമാഅത്തെ ഇസ്ലാമി ഒരു പഞ്ചപാവം സംഘടനയാണെന്നുള്ള ക്ലീൻ ചീറ്റ് നൽകുന്നവർക്ക് മുസ്ലിം വിശ്വാസ സമൂഹത്തിന്റെ ശബ്ദമായ സമസ്തയ്ക്കും കാന്തപുരത്തിനുമുള്ള തിരിച്ചറിവെങ്കിലും ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാർത്തയിലെ സത്യം സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.